നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താമരശ്ശേരി ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്നത് ആസൂത്രിത അക്രമമെന്ന് ഡിഐജി യതീഷ് ചന്ദ്ര. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. അക്രമത്തിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും ഇവരെ തിരിച്ചറിഞ്ഞതായും ഡിഐജി കൂട്ടിച്ചേർത്തു. രാവിലെ മുതൽ വൈകിട്ട് വരെ സമാധാനപരമായിരുന്ന കാര്യങ്ങൾ വൈകിട്ടാണ് ആസൂത്രിത അക്രമം ഉണ്ടായത്. ഫ്രഷ് കട്ടിലെ ജീവനക്കാർ അകത്തുള്ളപ്പോഴാണ് ഫാക്ടറിക്ക് തീയിട്ടത്. തീയണയ്ക്കാൻ പോയ ഫയർഫോഴ്സ് എഞ്ചിനുകളെ പോലും തടഞ്ഞുവെച്ചു. മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഉണ്ടായത്. കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും SP താമരശ്ശേരി SHO ഉൾപ്പെടെ 16ഓളം പോലീസുകാർക്കും ഗുരുതര പരിക്കേറ്റതായും DIG പ്രതികരിച്ചു. സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം കടുത്തതോടെ ഫാക്ടറിക്ക് മുന്നിൽ അരങ്ങേറിയത് യുദ്ധസമാനമായ കാഴ്ചയാണ്. സംഘർഷത്തിൽ 13 വാഹനങ്ങൾ കത്തിനശിച്ചു. നിലവിൽ ഫാക്ടറിയിലെ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. 4 മണിക്കൂറിന് ശേഷമാണ് തീ അണച്ചത്. മുക്കം നരിക്കുനി ഫയർഫോഴ്സ് ആണ് തീ അണച്ചത്. 6 വണ്ടികൾ പൂർണ്ണമായും കത്തിച്ചു. 2 വണ്ടികൾ എറിഞ്ഞും അടിച്ചും തകർത്തു. 9 ലോറി, 1 ഓട്ടോ, 3 ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. 3 ലോറികൾ പ്രതിഷേധക്കാർ തല്ലി തകർത്തതായാണ് വിവരം. താമരശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനത്തിൽ പഞ്ചായത്തുകളിൽ ഇന്ന് ഭാഗിക ഹർത്താൽ. ഓമശ്ശേരി പഞ്ചായത്തിലെ വെളിമണ്ണ, കൂടത്തായ്, ചക്കിക്കാവ്, താമരശ്ശേരി പഞ്ചായത്തിലെ വെഴുപ്പൂർ, കുടിക്കിലുമാരം, കരിങ്ങമണ്ണ, അണ്ടോണ, കോടശ്ശേരി പഞ്ചായത്തിലെ മൈക്കാവ്, കരിമ്പാലക്കുന്ന്, കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ പൊയിലങ്ങാടി, ഓർങ്ങട്ടൂർ, മാനിപുരം എന്നീ വാർഡുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘർഷത്തിൽ പോലീസുകാർക്കും നാട്ടുകാർക്കും പരിക്കേറ്റു. കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ നിരവധി പോലീസുകാർക്കും സമരക്കാർക്കുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കല്ലേറിൽ താമരശ്ശേരി SHO ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കുട്ടികളടക്കമുള്ളവരാണ് സ്ഥലത്ത് പ്രതിഷേധിച്ചത്. സംഘർഷത്തിൽ റൂറൽ SP അടക്കം 16 പോലീസുകാർക്കും 27 സമരക്കാർക്കും പരിക്കേറ്റു. ഇവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ കല്ലേറിനെ തുടർന്നാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി ചാർജ് നടത്തി. പ്രകോപിതരായ പ്രതിഷേധക്കാർ ഫാക്ടറിക്ക് തീയിടുകയായിരുന്നു. തീയണയ്ക്കാൻ എത്തിയ ഫയർഫോഴ്സ് വാഹനം സമരക്കാർ വഴിയിൽ തടഞ്ഞു. നേരത്തെയും ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നില്ല. താമരശ്ശേരി അമ്പായത്തോടിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ ഏറെ നാളായി സമരത്തിലാണ് നാട്ടുകാർ. 3 പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധമെന്നാണ് പരാതി. ഇന്ന് ഹർത്താൽ ഓമശ്ശേരി, താമരശ്ശേരി, കോടഞ്ചേരി, കൊടുവള്ളി ഭാഗങ്ങളിലെ 11 വാർഡുകളിലാണ്. താമരശ്ശേരി അമ്പായത്തോടയിൽ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി നടത്തിയ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഫാക്ടറിയിൽ നിന്നും പുറത്തുവരുന്ന ദുർഗന്ധത്തിന് പരിഹാരമില്ലാതായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഫാക്ടറി പൂർണ്ണമായി അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമാധാനത്തോടെ അമ്പായത്തോട്ടെ ഫ്രഷ് കട്ടിന് മുൻപിൽ സമരം ചെയ്തവരെ ക്രൂരമായി നേരിട്ടവർ മറുപടി പറയേണ്ടി വരുമെന്നും കൊടുവള്ളി MLA ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന, ദുർഗന്ധം പരത്തുന്ന ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തിയ സമരത്തിന് നേരെയുള്ള പോലീസ് അതിക്രമം തീർത്തും പ്രതിഷേധാർഹമാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രതിഷേധിച്ചും ജനങ്ങൾക്ക് നേരെ ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് അതിക്രമം അഴിച്ചുവിട്ടത് മൂലം നിരവധി സമരക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സമാധാനപരമായി സമരം ചെയ്യുന്നവർക്ക് നേരെ നടന്ന ഈ കയ്യേറ്റം അംഗീകരിക്കാനാവില്ല. പൊതുജന ആരോഗ്യത്തെയും പ്രദേശവാസികളുടെ സമാധാനപരമായ ജീവിതത്തെയും ബാധിക്കുന്ന ഈ മാലിന്യ പ്ലാന്റ് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടാൻ അധികൃതർ തയ്യാറാകണമെന്നും മുനീർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിനിടെ സംഭവത്തിൽ 321 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. DYFI കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ T മെഹറൂഫാണ് 1ാം പ്രതി. കലാപം, വഴിതടയൽ, അന്യായമായ സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചതിലാണ് 321 പേർക്കെതിരെ കേസ്. പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തിരച്ചിലാണ് നടത്തുന്നത്. DIG യതീഷ് ചന്ദ്ര സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോടഞ്ചേരി, ഓമരശ്ശേരി, കട്ടിപ്പാറ പഞ്ചായത്ത്, കൊടുവള്ളി നഗരസഭ എന്നിവിടങ്ങളിലും വിവിധയിടങ്ങളിലും സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. സംഘർഷത്തിൽ 4 FIRകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വധശ്രമത്തിന് 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.
കേസുണ്ട്. മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. തൊഴിലാളികളെ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ പൂട്ടിയിട്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തീവെച്ചുവെന്നും എഫ്ഐആറിൽ ആരോപിക്കുന്നു. ആക്രമണത്തിൽ 5 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. അറവ് മാലിന്യ കേന്ദ്രത്തിലെ സംഘർഷത്തിൽ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേതാവാണ് ഒന്നാം പ്രതി. ഡിവൈഎഫ്ഐ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹറൂഫാണ് ഒന്നാം പ്രതി. താമരശ്ശേരി പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ ASIയെ മർദ്ദിച്ചതിലും കേസുണ്ട്. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. താമരശ്ശേരി ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്ന അക്രമത്തിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും ആസൂത്രിത ആക്രമണമാണ് നടത്തിയതെന്നും DIG യതീഷ് ചന്ദ്ര വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയാണ് അക്രമം നടത്തിയത്. വൈകിട്ടാണ് ആസൂത്രിത അക്രമം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിലുള്ളവരെ തിരിച്ചറിഞ്ഞതായും കർശന നടപടി ഉണ്ടാകുമെന്നും DIG യതീഷ് ചന്ദ്ര പറഞ്ഞു. പോലീസിന്റെ ബലപ്രയോഗത്തിലും കണ്ണീർ വാതകവും ഗ്രാനൈഡ് പ്രയോഗിച്ചതിനിടയിൽ ചിതറിയോടുന്നതിനിടെ ഒട്ടേറെ നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 28 പേർ താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനു പുറമെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റുമായി ഒട്ടേറെ പേർ ചികിത്സ തേടിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെ സമാധാനപരമായി തുടങ്ങിയ റോഡ് ഉപരോധം വൈകിട്ട് 4:30യോടെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. മാലിന്യം വഹിച്ച വാഹനം പ്ലാന്റിലേക്ക് കടത്താൻ പോലീസ് ശ്രമിച്ചപ്പോൾ സമരക്കാർ തടഞ്ഞു. ഇതോടെ കോടതി വിധി നടപ്പാക്കാനായി കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് സമരക്കാരെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. രോഷാകുലരായ സമരക്കാർ പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറ് നടത്തി. സമരപ്പന്തലിൽ ഭക്ഷണം പാചകം ചെയ്യാൻ എത്തിച്ച കോരി ഉൾപ്പെടെയുള്ളവ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. അതോടെ പോലീസ് ലാത്തി വീശുകയും സമരക്കാരെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. പ്ലാന്റിലേക്കുള്ള റോഡിന്റെ പരിസരത്ത് നിന്ന് മാറാതെ ശക്തമായ പ്രതിഷേധമുയർത്തി സമരസമിതി പ്രവർത്തകർ വീണ്ടും തമ്പടിച്ചതോടെ പോലീസ് പലതവണ കണ്ണീർ വാതകവും ഗ്രാനൈഡും പ്രയോഗിച്ചു. ഇതോടെ സമരാനുകൂലികൾ ചിലർ ഫ്രഷ് കട്ട് പ്ലാന്റിൽ കടന്ന് വ്യാപക ആക്രമണം നടത്തി. പ്ലാന്റിനകത്തെ ഉപകരണങ്ങളും മാലിന്യ സംഭരണ കേന്ദ്രവും അഗ്നിക്കിരയാക്കുകയും ജീവനക്കാർക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്തു. പ്ലാന്റിലും പരിസരത്തുമായി നിർത്തിയിട്ട 13 വാഹനങ്ങൾ കത്തിച്ച് സമരാനുകൂലികൾ 3 വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. പ്ലാന്റിലെ തീയണയ്ക്കാനായി മുക്കം അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് പുറപ്പെട്ട വാഹനം കൂടത്തായിൽ വെച്ച് സമരാനുകൂലികൾ 1 മണിക്കൂറോളം തടഞ്ഞുവെച്ചു. കല്ലേറുകൊണ്ട് മോണയ്ക്കും ചുണ്ടിനും കാലിനും പരിക്കേറ്റ റൂറൽ SP KE ബൈജുവിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് നടക്കാവിലെ ദന്താശുപത്രിയിലും ചികിത്സ നൽകിയതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി വൈകി വൻ പോലീസ് സന്നാഹം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയും സ്ഥലത്തെത്തി. പോലീസും സമരക്കാരും തമ്മിൽ ഫാക്ടറിക്ക് മുന്നിൽ സംഘർഷം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്തെത്തിയ ആളുകളാണ് ആക്രമണം നടത്തിയത്. പ്ലാന്റിന്റെ പുറത്തും ഷെഡുകളിലും എല്ലാമുള്ള ലോറികൾക്കും ഗുഡ്സ് ഓട്ടോകൾക്കും തീയിടുകയായിരുന്നു. ജീവനക്കാരുടെ ഇരുചക്ര വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഫാക്ടറി പ്രവർത്തിക്കുന്ന 2 കെട്ടിടങ്ങൾക്ക് തീവയ്പിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 9 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ആക്രമണത്തിലും തീവയ്പിലും ഉണ്ടായതെന്നും ഫ്രഷ് കട്ട് അധികൃതർ പറഞ്ഞു. എല്ലാവരും പ്രതിഷേധം നടക്കുന്ന ഭാഗത്തായതിനാൽ ഉള്ളിൽ പോലീസുകാർ കുറവായിരുന്നു. ഈ സമയം നോക്കിയാണ് സമരക്കാർ ഉള്ളിൽ കടന്നതും അക്രമം നടത്തിയതും. ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയമായതിനാൽ ഉള്ളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. കല്ലേറിലും മർദ്ദനത്തിലും പരിക്കേറ്റ് 7 ജീവനക്കാരെയും പുക ശ്വസിച്ച് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് 10 ജീവനക്കാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.